അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അബ്ദുൽ നാസർ മഅദനിയാണ് ബാംഗ്ലൂർ സഹായ ഹോസ്പിറ്റലിൽ നിന്ന് ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. ഈ വോയിസ് മെസ്സേജ് ഞാൻ പ്രധാനമായും അയച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കാഞ്ഞങ്ങാട് കണ്ണോത്ത് അബ്ബാസ് എന്ന സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമാണ്. അവരുടെ പൊന്നുമോൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുകാരനായ ഫഹദ് എന്ന ആ ഓമന കുട്ടി, ആ പൊന്നുമോൻ ഇന്നലെ ഒരു മനുഷ്യ പിശാചിൻ്റെ കൊടും ക്രൂരതയ്ക്ക് വിധേയമായി നടു റോഡിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെടുകയുണ്ടായി. തൻ്റെ പൊന്നുമോൻ പ്രത്യേകിച്ചും എൻഡോസൾഫാൻ്റെ ഇരയായി നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലുള്ള ആ പൊന്നുമോനെ ഒരു ആയുധവുമായി എത്തിയ ഒരു മനുഷ്യപ്പിശാച് നടു റോഡിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ വേദന വിട്ടുമാറാത്ത വളരെ വേദനാജനകവും പ്രയാസകരവുമായ ഒരു സംഭവമാണത്. ആ സംഭവത്തിൻ്റെ പേരിൽ വേദനിക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ അബ്ബാസിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ആ ക്രൂരമായ കൊലപാതകത്തിന് സാക്ഷിയാകേണ്ടി വന്ന സഹല എന്ന ആ പൊന്നുമോൾ, ആ പ്രിയപ്പെട്ട മകൻ ഫഹദിൻ്റെ സഹോദരി സഹലായിക്കും അല്ലാഹു തആല മനസ്സിന് പിടിച്ചു നിൽക്കാനുള്ള ശക്തി കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ, ക്ഷമ നൽകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ വളരെ വിരളമാണ്. നമുക്കറിയാം, ഗുജറാത്ത് കലാപകാലത്ത് ഒരുപാട് നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം റമളാൻ്റെ ഈ സമയത്ത് ഫലസ്തീൻ്റെ ഗസയുടെ തെരുവോരങ്ങളിൽ ക്രൂരന്മാരായ ഇസ്രായേലിൻ്റെ ബോംബ് വർഷിച്ച് നിരവധി പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട്. അതുപോലെ ഇറാഖിൽ ഉൾപ്പെടെ അമേരിക്കയുടെ ക്രൂരമായ ആക്രമണത്തിൽ നിരവധി കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വളരെ വേദനയോടുകൂടി പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ മാതാപിതാക്കൾക്ക് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കേരളത്തിൽ ഇത്തരമുള്ള അനുഭവങ്ങളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടാകൽ തന്നെയില്ല. എന്നാൽ ഇത് തികച്ചും നമുക്ക് ഒരു നിലയിൽ ഉൾക്കൊള്ളാനാവാത്ത ഒരു സംഭവമാണ്. ഇന്നലെ നവമാധ്യമങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞപ്പോൾ കുറേ നേരത്തേക്ക് വിനീതനായ ഞാൻ തരിച്ചിരുന്നു പോയി. എന്താണ് പ്രതികരിക്കേണ്ടതെന്നറിയാതെ. എൻ്റെ ഭാര്യ സൂഫിയ ആ വാർത്ത വായിച്ച് എന്നെ കേൾപ്പിക്കുമ്പോൾ കണ്ണുനീരോടുകൂടിയാണ്, ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അതിൽ നിന്നൊന്ന് മുക്തമായത്. ചുരുക്കത്തിൽ വളരെ വേദനാജനകമായ ഈ അനുഭവം അല്ലാഹു തആല ആ മാതാപിതാക്കൾക്ക് സമാധാനം നൽകട്ടെ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ബാസിനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും ആ കുഞ്ഞുമോൾ സഹലയോടും ഒക്കെ പറയാനുള്ളത്, അല്ലാഹു തആല നിങ്ങളുടെ മനസ്സിന് ശക്തി തരട്ടെ എന്ന് മാത്രമാണ്. വാക്കുകൾ കൊണ്ട് നിങ്ങളെ സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ മനസ്സിന് സമാധാനം തരട്ടെ. ആ പൊന്നുമോൻ്റെ കാര്യത്തിൽ വളരെ വിഷമകരമായ അവസ്ഥയിലാണ്. ഒരു കുട്ടി ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്ന പോലെയോ ഒരു രോഗം വന്ന് മരിച്ചു പോകുന്നത് പോലെയോ അല്ല. അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ട് പോലും അള്ളാഹു നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. അതിനൊക്കെക്കാൾ വേദനാജനകമായ ഒരവസ്ഥയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മനുഷ്യപ്പിശാചുക്കൾ പെട്ടെന്നിങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതും ഇതുപോലെ ആർക്കും ഒന്നും ചെയ്യാതെ നമ്മുടെ എല്ലാം വീടുകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതാണ്, അതുപോലെ മദ്രസയിൽ പോകുന്നതാണ്, മറ്റാവശ്യങ്ങൾക്ക് പോകുന്നതാണ്. ഇങ്ങനെ മനുഷ്യപ്പിശാചുക്കൾ പെട്ടെന്ന് രംഗത്ത് വന്നാൽ എന്താ ചെയ്യാൻ കഴിയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അർഹമായ ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനുള്ള പരിശ്രമത്തിൽ ആ കുടുംബത്തിൻ്റെ കൂടെ വിനീതനായ ഞാനും ഉണ്ടാകുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഈ റമളാൻ്റെ രാത്രിയിൽ അറിയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ആ സഹോദരൻ അബ്ബാസിനോടും കുടുംബത്തോടും എനിക്ക് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നുമോനെ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്ന ആ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ അല്ലാഹു തആല യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബി അക്വാബിൻ വ അബാരിഖ വ കഅസിൻ മിൻ മഅയിൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന സ്വർഗവാസികൾക്ക് ഒപ്പം അവരോടൊപ്പം അവരെ സന്തോഷിപ്പിക്കാൻ അവർക്ക് സേവനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരോടൊപ്പം ആർത്തുല്ലസിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളെപ്പറ്റി ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു അങ്ങനത്തെ കൂട്ടത്തിൽ ആ പൊന്നുമോൻ ഫഹദിനെ ഉൾപ്പെടുത്തുകയും അവൻ്റെ മാതാപിതാക്കളെ നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന മകനായി അവർക്ക് ആ മാതാപിതാക്കൾ ഇതിലങ്ങ് ക്ഷമിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ, എൻ്റെ വാക്കുകൾ ഞാനൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറയുകയല്ല,
ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, ഈ വേദനയെ ക്ഷമിക്കാൻ എൻ്റെ ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു തആല മനസ്സമാധാനം കൊടുക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ ആ പൊന്നുമോനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്കൊരിക്കലും മരിക്കില്ല. എന്നാലും അവർ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ പരീക്ഷണത്തെ അങ്ങ് ക്ഷമിക്കുക. അങ്ങനെ അത് ക്ഷമിച്ചാൽ ഇൻഷാ അല്ലാഹ് ആ ക്ഷമയ്ക്കു പകരം നിങ്ങൾക്കും കിട്ടുന്നത് സ്വർഗമായിരിക്കും. ഈ വിശുദ്ധ റമളാന്റെ ദിനരാത്രങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹുവെ, ആ പൊന്നുമോനെ നീ സ്വർഗത്തിലെ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ എന്ന് നിന്റെ ഖുർആൻ പറയുന്ന ആ മക്കളിൽ, ആ സ്വർഗവാസികളെ സന്തോഷിപ്പിക്കുന്ന ആ മക്കളിൽ ആ പൊന്നുമോൻ ഫഹദിനെയും നീ പെടുത്തണം തമ്പുരാനെ. ഒപ്പം അള്ളാഹുവെ, ആ ഫഹദിന്റെ മാതാപിതാക്കളെ അവന് നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ആ മകൻ കാരണം സ്വർഗം കിട്ടുന്ന മാതാപിതാക്കളാക്കി അള്ളാഹുവെ ആ മാതാപിതാക്കളെ നീ മാറ്റണം തമ്പുരാനെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളും ഈ റമളാന്റെ ദിനരാത്രങ്ങളിൽ മൊത്തം അവസാനത്തെ 10ന്റെ പുണ്യമായ ദിനരാത്രങ്ങളിൽ ആ മാതാപിതാക്കളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയും ആ പൊന്നുമോനും ആ മാതാപിതാക്കൾക്കും സ്വർഗത്തിൽ കിടക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടിയും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. എനിക്ക് സത്യത്തിൽ കഴിഞ്ഞ നമ്മുടെ സഅദ് എന്ന് പറയുന്ന ആ കുട്ടി കൈയും കാലും മുറിച്ചു മാറ്റപ്പെട്ട ആ അനുഭവത്തിന്റെ വേദന പോലെ വല്ലാതെ അതിലും അപ്പുറം എപ്പോഴും ആ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നൊരു സമാധാനമുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറം ഈ പിഞ്ചു കുഞ്ഞിന്റെ ഈ അവസ്ഥ, 8 വയസ്സുള്ള ഈ കുഞ്ഞിന്റെ അവസ്ഥ എന്നെ വളരെയധികം വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ ദുആകളിലും ആ മാതാപിതാക്കൾക്ക് വേണ്ടി, ആ മോന് വേണ്ടിയും ആ പെങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു തആല ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.